പ്രശംസിച്ചതിന് മർദ്ദിച്ചെന്ന PRO വിപിൻ കുമാറിന്റെ ആരോപണത്തിൽ വിശദീകരണവുമായി നടൻ ഉണ്ണി മുകുന്ദൻ. വിപിനുമായി ആദ്യമായി പ്രശ്നമുണ്ടാകുന്നത് മാർക്കോയുടെ ചിത്രീകരണ സമയത്താണെന്നും തന്നെക്കുറിച്ച് ക്രൂരമായ കിംവദന്തികൾ പ്രചരിപ്പിച്ചുവെന്നും ഉണ്ണി മുകുന്ദൻ പറയുന്നു. ഒരു നടിയെ ബന്ധപ്പെടുകയും തന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തന്റെ കരിയർ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ചിലർ വിപിനെ സഹായിക്കുന്നുവെന്നും വിപിനെ ശാരീരികമായി ആക്രമിച്ചിട്ടില്ലെന്നും ഉണ്ണി മുകുന്ദൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. തന്റെ ഫ്ളാറ്റിൽ വന്ന് പാർക്കിംഗ് ഏരിയയിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ചു. തന്റെ കണ്ണട ചവിട്ടിപ്പൊട്ടിച്ചു. മാർക്കോയ്ക്ക് ശേഷം പുതിയ പടങ്ങൾ കിട്ടാത്തതിന്റെ നിരാശയാണ് ഉണ്ണി മുകുന്ദൻ എന്നും അത് പലരോടും തീർക്കുകയാണെന്നുമാണ് വിപിൻ ആരോപിച്ചത്. പരാതിയിൽ ഉണ്ണി മുകുന്ദനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. നടൻ തന്നെ മർദ്ദിച്ചെന്ന് വിപിൻ കുമാർ പരാതി നൽകിയതിന് പിന്നാലെയാണ് നടപടി. ഈ ആരോപണങ്ങൾക്കാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഉണ്ണി മുകുന്ദന്റെ വിശദീകരണം. ഉണ്ണി മുകുന്ദന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ വിശദീകരണം ഇതാണ്. 2018 എന്റെ സ്വന്തം നിർമ്മാണ കമ്പനിക്ക് കീഴിൽ ഞാൻ ആദ്യ ചിത്രം നിർമ്മിക്കാൻ ഒരുങ്ങുമ്പോഴാണ് വിപിൻ കുമാർ എന്നെ ബന്ധപ്പെട്ടത്. ഇൻഡസ്ട്രിയിലെ പ്രശസ്തരായ നിരവധി സെലിബ്രിറ്റികളുടെ PRO ആണെന്ന് അയാൾ സ്വയം പരിചയപ്പെടുത്തി. അയാളെ ഒരിക്കലും തന്റെ പേഴ്സണൽ മാനേജറായി നിയമിച്ചിരുന്നില്ല. വിപിനുമായി എനിക്ക് ആദ്യമായി പ്രശ്നമുണ്ടാകുന്നത് അടുത്തിടെ പ്രദർശനത്തിനെത്തിയ മാർക്കോയുടെ ചിത്രീകരണ സമയത്താണ്. സെബാന്റെ നേതൃത്വത്തിലുള്ള ഒബ്സ്ക്യൂറ എന്റർടൈൻമെന്റിലെ ജീവനക്കാരനുമായി അയാൾക്ക് വലിയ പ്രശ്നമുണ്ടായപ്പോഴാണത്. പ്രശ്നം പരസ്യമായപ്പോൾ അത് ചിത്രത്തെ അങ്ങേയറ്റം ബാധിച്ചു. ചിത്രത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും തനിക്ക് നൽകാത്തതിന് വിപിൻ എന്നോട് ആക്രോശിച്ചു. അത് എന്റെ ധാർമ്മികതയ്ക്ക് എതിരായിരുന്നു. കൂടാതെ എന്റെ ജോലിയെ മോശമായി ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഈ വ്യക്തി കാരണം സംഭവിക്കുന്നുണ്ടെന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഗോസിപ്പും വിടുവായുത്തവും പറയുന്നതിന്റെ പേരിൽ വിപിനെതിരെ എനിക്ക് പുതിയതും പ്രശസ്തരുമായ സിനിമാ സംവിധായകരിൽ നിന്നും ഒരുപോലെ പരാതി ലഭിക്കാൻ തുടങ്ങി. സുഹൃത്ത് എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും ക്ഷമിക്കാൻ കഴിയാത്ത ഒരു പ്രവൃത്തി ഈ വ്യക്തി ചെയ്തു. നേരിൽ കണ്ടപ്പോൾ എന്റെ ആശങ്കകളെല്ലാം അയാൾ അവഗണിച്ചു. ഇൻഡസ്ട്രിയിലെ എന്റെ ചില സുഹൃത്തുക്കളുടെ പിന്തുണ തനിക്കുണ്ടെന്ന് അയാൾ അവകാശപ്പെടുന്നു. പിന്നീട് എന്റെയും സുഹൃത്ത് വിഷ്ണു ഉണ്ണിത്താന്റെയും മുന്നിൽ തന്റെ തെറ്റുകൾക്കെല്ലാം ഇയാൾ ക്ഷമാപണം നടത്തിയിരുന്നു. എന്റെ എല്ലാ ഡിജിറ്റൽ ഡാറ്റയിലേക്കും അയാൾക്ക് ആക്സസ് ഉണ്ടായിരുന്നതിനാൽ അയാളോട് രേഖാമൂലമുള്ള ക്ഷമാപണം ഞാൻ ആവശ്യപ്പെട്ടു. അയാൾ അത് ചെയ്തില്ല. പകരം ന്യൂസ് പോർട്ടലുകളിലും സോഷ്യൽ മീഡിയയിലും എനിക്കെതിരെ പ്രചരിക്കുന്ന തികച്ചും തെറ്റായ വ്യാജവും ഭയാനകരവുമായ ആരോപണങ്ങൾ ഞാൻ കണ്ടു. അദ്ദേഹം അവകാശപ്പെടുന്നതുപോലെ ഒരു സമയത്തും ശാരീരിക ആക്രമണവും ഉണ്ടായിട്ടില്ല. ഉന്നയിച്ച ആരോപണങ്ങൾ തികച്ചും വ്യാജവും അസത്യവുമാണ്. സംഭവം നടന്ന സ്ഥലം CCTV നിരീക്ഷണത്തിന് കീഴിലാണ്. എന്തെങ്കിലും നിഗമനത്തിലെത്തുന്നതിന് മുൻപ് ദയവായി അത് പരിശോധിക്കുക. ഞാൻ 5 വർഷമായി വളരെ തിരക്കിലാണെന്ന് ഈ വ്യക്തി ആളുകളോട് പറയുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലായി. അതെനിക്ക് ലഭിക്കുന്ന വർക്കുകൾ കുറച്ചു. എന്നെക്കുറിച്ച് ക്രൂരമായ കിംവദന്തികൾ അദ്ദേഹം പ്രചരിപ്പിച്ചു. ഒരു നടിയെ ബന്ധപ്പെടുകയും എന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അത് ഞാനും അദ്ദേഹവും തമ്മിൽ വലിയ വഴക്കിന് കാരണമായി. സമൂഹത്തിൽ എന്നെ അപകീർത്തിപ്പെടുത്താൻ തന്റെ ബന്ധങ്ങൾ ഉപയോഗിക്കുമെന്ന് അയാൾ എന്നെ വാക്കാൽ ഭീഷണിപ്പെടുത്തി. എന്റെ സഹപ്രവർത്തകരുമായി എനിക്ക് എപ്പോഴും ഒരു പ്രൊഫഷണൽ ബന്ധമുണ്ടായിരുന്നു. പക്ഷേ ഈ വ്യക്തി അങ്ങേയറ്റം വിഷലിപ്തമാണ്. ഈ വ്യക്തി പറയുന്ന ഓരോ വാക്കും തികഞ്ഞ നുണയാണ്. എല്ലാ ആരോപണങ്ങളും ഞാൻ നിഷേധിക്കുന്നു. അനാവശ്യ നേട്ടങ്ങൾക്ക് വേണ്ടി അയാൾ എന്നെ ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്യുകയാണ്. എന്റെ വ്യക്തിപരവും തൊഴിൽപരമായ ജീവിതത്തിൽ സന്തുഷ്ടരല്ലാത്ത ചിലർ എന്റെ കരിയർ നശിപ്പിക്കാൻ ഇയാളെ സഹായിക്കുന്നുണ്ടെന്ന് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു. കഠിനാധ്വാനത്തിലൂടെയും സ്ഥിരോത്സാഹത്തിലൂടെയുമാണ് ഞാൻ ഈ കരിയർ കെട്ടിപ്പടുത്തത്. എല്ലാത്തരം ഇരകളാക്കലിനും പീഡനത്തിനും വിധേയമായാലും ഞാൻ സത്യത്തിൽ വിശ്വസിക്കുന്നു. ഇതാണ് ഉണ്ണി മുകുന്ദൻ കുറിച്ചത്. അതേസമയം ഉണ്ണി മുകുന്ദൻ തന്നെ ആക്രമിച്ചു എന്ന മാനേജർ വിപിൻ കുമാറിന്റെ ആരോപണത്തിന് തെളിവില്ലെന്ന് പോലീസ്. വിപിൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയല്ല. ഫ്ളാറ്റിലെ CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ആക്രമിച്ചതിന് തെളിവുകളില്ലെന്ന് ഇൻഫോ പാർക്ക് പോലീസ് കണ്ടെത്തി. അതേസമയം കേസിൽ ഉണ്ണി മുകുന്ദൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. പരാതി ഗൂഢാലോചനയുടെ ഭാഗമെന്നാണ് ഉണ്ണിയുടെ വാദം. കാക്കനാട് DLF ഫ്ളാറ്റിലെ പാർക്കിംഗിൽ വെച്ച് ഇരുവരും കാണുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയ ഉണ്ണി മുകുന്ദൻ കാക്കനാട് DLF ഫ്ളാറ്റിലെ പാർക്കിംഗിൽ വെച്ച് ഇരുവരും കാണുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി. ഉണ്ണി മുകുന്ദൻ മാനേജർ വിപിൻ കുമാറുമായി സംസാരിക്കുന്നതും ഇരുവരും തമ്മിൽ തർക്കിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. എന്നാൽ കയ്യേറ്റം ചെയ്യുന്നതായി CCTVയിലില്ല. ഉണ്ണി മുകുന്ദൻ വിപിന്റെ കണ്ണാടി പൊട്ടിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. താൻ വിപിനെ മർദ്ദിച്ചിട്ടില്ലെന്നും എന്നാൽ കണ്ണാടി പൊട്ടിച്ചെന്നും ഉണ്ണി മുകുന്ദൻ സമ്മതിച്ചിരുന്നു. നരിവേട്ട സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തതിന്റെ പേരിൽ ഉണ്ണി മുകുന്ദൻ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് PRO വിപിൻ കുമാറിന്റെ ആരോപണം ഉണ്ടായത്. അതേസമയം ഉണ്ണി മുകുന്ദന്റെ വിശദീകരണം ഇതാണ്. ഒരു സുഹൃത്തിനെ പോലെ വർഷങ്ങളായി കൂടെ ഉണ്ടായിരുന്ന ആളാണ് വിപിൻ കുമാർ. അപവാദ പ്രചരണം നടത്തിയത് ചോദിക്കുക മാത്രമാണ് ചെയ്തതെന്നും ദേഹോപദ്രവം ഏൽപ്പിച്ചില്ലെന്നും ഉണ്ണി മുകുന്ദൻ പ്രതികരിച്ചു. CCTV ക്യാമറ ഉള്ളിടത്താണ് ഇതെല്ലാം നടന്നതെന്നും സുഹൃത്ത് വിഷ്ണു ഉണ്ണിത്താനും സംഭവം നടക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്നുവെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. സ്വന്തം തെറ്റുകൾ മറച്ചുവെക്കാനുള്ള തത്രപ്പാടിലാണ് അയാളിപ്പോൾ. നരിവേട്ട സിനിമയ്ക്കെതിരെ താൻ രംഗത്ത് വന്നെന്ന് പറഞ്ഞത് ടൊവിനോയെയും തന്നെയും തെറ്റിക്കാനുള്ള പ്രൊപ്പഗണ്ടയാണ്. ടൊവിനോയെ വിളിച്ച് ഇക്കാര്യം സംസാരിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിന് കാര്യം മനസ്സിലായെന്നും ഉണ്ണി മുകുന്ദൻ വ്യക്തമാക്കി. വിപിനെതിരെ മുൻപ് ഒരുപാട് പരാതികൾ സിനിമാ സംഘടനയ്ക്കുള്ളിൽ വന്നിരുന്നു. ഒരു പ്രമുഖ നടി
വിപിനെതിരെ ICCയിൽ പരാതിപ്പെട്ടിട്ടുണ്ടെന്നും മാർക്കോയുടെ സിനിമയുടെ സമയത്തും പ്രമോഷനുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടായെന്നും ഉണ്ണി മുകുന്ദൻ വെളിപ്പെടുത്തി. മുൻ മാനേജറാണെന്ന വിപിന്റെ അവകാശവാദവും അദ്ദേഹം നിരസിച്ചു. നേരിട്ട് വിളിച്ചും PROമാർ വഴിയുമാണ് ആളുകൾ ബന്ധപ്പെടുന്നത്. സിനിമാ സംബന്ധമായ കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കാനുള്ള PRO മാത്രമാണ് വിപിനെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. എന്റെ പ്രതിച്ഛായ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ വിപിന്റെ ഭാഗത്തു നിന്നുണ്ടായി. വർഷങ്ങളായി കൂടെ നിന്ന ഒരാൾ പെട്ടെന്ന് നമുക്കെതിരെ തിരിയുമ്പോഴുള്ള ഞെട്ടലും വിഷമവും പറഞ്ഞറിയിക്കാനാവില്ല. മേപ്പടിയാൻ സംവിധായകനായ വിഷ്ണു മോഹൻ ഇക്കാര്യം വിപിനോട് ചോദിച്ചപ്പോൾ കുറ്റം ഏറ്റുപറഞ്ഞ് ക്ഷമ പറയുകയുണ്ടായി. പിന്നീട് വിഷ്ണു തന്നെ വിളിച്ച് നിങ്ങൾ നേരിട്ട് കണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറഞ്ഞു. ഇത്രയും വർഷം ഒരു നല്ല സുഹൃത്തിനെ പോലെ കൂടെ കിട്ടിയ ഒരാൾ എനിക്കെതിരെ എന്തിനിങ്ങനെ അപവാദം പ്രചരിപ്പിക്കുന്നു എന്ന് എനിക്ക് അറിയണമായിരുന്നു. അതിനുവേണ്ടി കൂടിയാണ് വിപിനെ നേരിട്ട് കാണാൻ കൊച്ചിയിലെ ഫ്ളാറ്റിലെത്തിയത്. ഇത്രയും നാൾ കൂടെ കൊണ്ട് നടന്നിരുന്ന ഒരാൾ നമ്മളെക്കുറിച്ച് മറ്റുള്ളവരോട് കുറ്റം പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കാനാകില്ലല്ലോ. വിപിനെ കാണുന്ന സമയത്ത് എനിക്കൊപ്പം ഞങ്ങളുടെ പൊതു സുഹൃത്തായ വിഷ്ണു ഉണ്ണിത്താനും അവിടെ ഉണ്ടായിരുന്നു. ബേസ്മെന്റ് പാർക്കിംഗിൽ വെച്ചാണ് വിപിനെ കണ്ടത്. കറുത്ത കൂളിംഗ് ഗ്ലാസ് ധരിച്ചാണ് വിപിൻ ഇറങ്ങി വന്നത്. എന്തിനാണ് എന്നെ കുറിച്ച് മറ്റുള്ളവരോട് മോശമായി സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. അതിന് വ്യക്തമായ മറുപടി വിപിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. ചെയ്ത തെറ്റ് കൈയോടെ പിടിക്കപ്പെട്ട ജാള്യതയും ഭയവും വിപിനിലുണ്ടായിരുന്നു. നേരത്തെ വിഷ്ണു മോഹനോട് കുറ്റസമ്മതം നടത്തിയ വ്യക്തി എന്റെ മുന്നിൽ ഭാവമാറ്റമില്ലാതെ നിന്നു. അപ്പോഴാണ് കണ്ണട ഊരി സംസാരിക്കാൻ ആവശ്യപ്പെട്ടത്. എന്റെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ പോലും അയാൾക്കായില്ല. എന്തിനാണ് വിപിൻ ഇങ്ങനെ പെരുമാറുന്നതെന്ന് വിഷ്ണു ഉണ്ണിത്താനോട് ഞാൻ ചോദിക്കുന്നുമുണ്ട്. കണ്ണട ഞാൻ ഊരി പൊട്ടിച്ചു മാറ്റി എന്നത് സത്യമാണ്. എന്നാൽ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന ഒരു പ്രവൃത്തി പോലും ചെയ്തിട്ടില്ല. ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന CCTV ക്യാമറകൾ ഒരു ഭാഗത്താണ് ഇതെല്ലാം നടക്കുന്നത്. മാത്രമല്ല ആ സമയത്ത് വിഷ്ണുവും അവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് വിപിൻ സോറി പറയുകയും ചെയ്തു. ഇതു മതി, പ്രശ്നം അവിടെ തീർന്നത് ഞാൻ വിപിനോട് പറഞ്ഞു. ഇനി ഒന്നിച്ചു പോകാനില്ലെന്നും എന്റെ പേരിലുള്ള അക്കൗണ്ടും പാസ്വേഡ്സും മറ്റും തിരിച്ചു തരണമെന്നും വിഷയത്തിൽ ക്ഷമ എഴുതി നൽകാനും വിപിനോട് ആവശ്യപ്പെട്ടു. സ്വന്തം തെറ്റുകൾ മറച്ചുവെക്കാനുള്ള തത്രപ്പാടിലാണ് അദ്ദേഹം ഇപ്പോൾ. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ബാലിശമായ ആരോപണങ്ങൾ പടച്ചുവിടുന്നത്. നരിവേട്ട സിനിമയ്ക്കെതിരെ ഞാൻ പറഞ്ഞു വന്നത് എന്നെയും ടൊവിനോയും തെറ്റിക്കാനുള്ള പ്രൊപഗണ്ടയാണ്. ടൊവിനോയെ ഞാൻ വിളിച്ചു സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് ഈ വിഷയം മനസ്സിലായി. സിനിമയിൽ വന്ന കാലം മുതൽ പരിചയമുള്ള സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഇരുവരും. പരസ്പരം ഒരുപാട് മനസ്സിലാക്കുന്നവർ. മാർക്കോ ഹിറ്റായ സന്തോഷത്തിൽ എനിക്കൊപ്പം ഒന്നിച്ച് ആ വിജയം ആഘോഷിച്ച വ്യക്തിയാണ് ടൊവിനോ. ഇതുപോലെയുള്ള ഒരു കള്ളപ്രചരണങ്ങൾക്കും ഞങ്ങളുടെ സൗഹൃദം തകർക്കാനാവില്ല. വിപിന്റെ പേരിൽ ഒരുപാട് പരാതികൾ സിനിമാ സംഘടനയ്ക്കുള്ളിൽ തന്നെ വന്നിരുന്നു. ഒരു പ്രമുഖ നടി വിപിനെതിരെ ICCയിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. മാർക്കോ സിനിമയുടെ സമയത്തും അദ്ദേഹത്തിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടായി. ക്രെഡിറ്റ് മുഴുവൻ സ്വയം കൊണ്ടുപോകുന്നെന്നായിരുന്നു വിപിനെതിരെ ഉയർന്ന വിമർശനം. അന്ന് ആ വിഷയം രമ്യതയിൽ എത്തിച്ചത് ഞാൻ ഇടപെട്ടാണ്. എത്രയോ വർഷം കൂടെ കൊണ്ട് നടന്ന ആളാണ്. വിപിന്റെ കുടുംബവുമായും ബന്ധമുണ്ട്. വിപിന്റെ അച്ഛന് ഹൃദയ സംബന്ധമായ ചികിത്സ വേണ്ടി വന്നപ്പോൾ ഞാൻ ഒപ്പം നിന്നിട്ടുണ്ട്. സാമ്പത്തികമായൊക്കെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാൾ അവസാനം എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന അവസ്ഥയിലെത്തി. യഥാർത്ഥത്തിൽ എനിക്കൊരു മാനേജർ ഇല്ല. നമ്പർ അറിയാത്തവരും നേരിട്ട് വിളിച്ചിട്ട് കിട്ടാത്തവരും PROമാർ വഴിയാണ് വാർത്തകൾ അറിയുക. എന്റെ സിനിമകളും സിനിമാ സംബന്ധമായ വാർത്തകളും മാധ്യമങ്ങളെ അറിയിക്കാനുള്ള PRO മാത്രമാണ് വിപിൻ. ഒരുപാട് സിനിമകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന PRO ആണ് താനെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സിനിമകളിൽ എന്റെ സിനിമകളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രം. പൃഥ്വിരാജിന്റെ കൂടെയും ടൊവിനോയുടെ കൂടെയും ഒക്കെ അയാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും പ്രവർത്തിക്കുന്നുമുണ്ട്. എനിക്ക് ആകെയുള്ള പേഴ്സണൽ സ്റ്റാഫ് എന്റെ മേക്കപ്പ് മാനാണ്. കഴിഞ്ഞ 10 വർഷമായി കൂടെയുള്ള അരുൺ ആര്യൂർ. ഇതുവരെ എന്നെ കുറിച്ചൊരു പരാതി ഒരു സ്റ്റാഫും പറഞ്ഞിട്ടില്ല. സിനിമ മാത്രം സ്വപ്നം കണ്ടതിൽ ആത്മാർത്ഥമായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ദയവ് ചെയ്ത് ഈ വിഷയത്തിൽ വരുന്ന വാർത്തകളുടെ ആധികാരികത അറിഞ്ഞു വേണം പ്രേക്ഷകരായ നിങ്ങളും ഒരു തീരുമാനമെടുക്കാൻ. അഭിനേതാക്കളുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞു പരത്താനും അത് പടർത്താനും വളരെ എളുപ്പത്തിൽ സാധിക്കും. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എത്ര ഉറക്കെ വിളിച്ചു പറഞ്ഞാലും ആ ശബ്ദം ഒരു പരിധിക്ക് മുകളിൽ എവിടെയും എത്തില്ല. ഉണ്ണി മുകുന്ദൻ പറഞ്ഞു.